0.5x നമ്മുടെ ലേണിംഗ് സ്പീഡിനെ നമുക്കൊന്ന് 2x ഒന്ന് കൺവേർട്ട് ചെയ്താലോ? എപ്പോഴും നമ്മൾ പഠിക്കുന്ന മക്കളോട് ചോദിക്കുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യമാണ്, മിസ്സേ ഞാനൊരു സ്ലോ ലേണർ ആണ്, അതുകൊണ്ട് എനിക്ക് ഇത്രയൊക്കെ പറ്റുള്ളൂ, ഇനി ഇത്ര മാർക്കൊക്കെ കിട്ടാറുള്ളൂ. ശരിക്കും ഈ സ്ലോ ലേണർ അല്ലെങ്കിൽ ഫാസ്റ്റ് ലേണർ എന്ന് പറയുന്ന ഒരു ക്ലാസിഫിക്കേഷൻ തന്നെ ശരിക്കും ഇല്ല. ഡിഫറൻസ് വരുന്നത് നമ്മുടെ ലേണിംഗ് സ്റ്റൈലിലാണ്. അപ്പൊ നമ്മൾ നമ്മുടെ ടോപ്പേഴ്സിനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ടോപ്പേഴ്സ് ഫോളോ ചെയ്യുന്ന ലേണിംഗ് സ്റ്റൈലാണ് അവരെ ഒരു ഫാസ്റ്റ് ലേണർ ആക്കി മാറ്റുന്നത്. അവർ ചെറുപ്പം മുതലേ ചെറിയ ക്ലാസ് തൊട്ടിട്ട് തന്നെ അവർ ഫോളോ ചെയ്യുന്ന കുറെ ലേണിംഗ് സ്റ്റൈൽസ് ഉണ്ടായിരിക്കും. എന്ത് കാര്യം പഠിക്കുമ്പോഴും അവർ കുറെ ട്രിക്സും അതുപോലെ ടിപ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും പഠിക്കുന്നത്. അപ്പൊ ആ ഒരു ലേണിംഗ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്നതുകൊണ്ട് തന്നെ അവർക്ക് പല കാര്യങ്ങളും പെട്ടെന്ന് തന്നെ ഗ്രാസ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് അവരൊരു ഫാസ്റ്റ് ലേണർ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അല്ലാതെ സയന്റിഫിക്കലി അങ്ങനെ എന്തില്ല, ഒരു ക്ലാസിഫിക്കേഷൻ തന്നെ ഇല്ല. ഇനിയിപ്പോ അങ്ങനെയാണെങ്കിൽ തന്നെ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു സ്ലോ ലേണറിൽ നിന്നും ഫാസ്റ്റ് ലേണർ ആവാൻ പറ്റുക, അല്ലെങ്കിൽ നമ്മൾ സ്ലോ ആയിട്ട് പഠിക്കുന്ന ആ ഒരു കപ്പാസിറ്റിയിൽ നിന്നും നമുക്ക് എങ്ങനെ ഫാസ്റ്റ് ആയിട്ട് കുറച്ചും കൂടി എളുപ്പത്തിൽ കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്യാൻ പറ്റും? എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ എന്ത് കാര്യം പഠിക്കുമ്പോഴും ഏറ്റവും ആദ്യം നമ്മുടെ ഷോർട്ട് ടേം മെമ്മറിയിലേക്കാണ് പോവുക. പിന്നെ നമ്മളത് ഡെയിലി പഠിച്ചിട്ടാണ് നമ്മളത് ലോങ് ടേം മെമ്മറിയിലേക്ക് എത്തിക്കുക. അപ്പൊ ആദ്യം തന്നെ പഠിക്കുന്ന കാര്യങ്ങൾ ഈ ലോങ് ടേം മെമ്മറിയിലേക്ക് എത്തിക്കാൻ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. ഡയറി മിൽക്ക് എന്ന് പറയുമ്പോൾ മിസ്സിന് കുട്ടികൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഓർമ്മ വരുന്നേ? ഒരു ബ്ലൂ ആയിട്ടുള്ള ഒരു കവറിംഗ് ആണുള്ളത്. അത് തുറന്നു കഴിഞ്ഞാൽ നമുക്കറിയാം സ്ക്വയേഴ്സ് ആയിട്ട് ഉണ്ടായിരിക്കും ഡയറി മിൽക്ക് ചോക്ലേറ്റ്. ഇങ്ങനെ ഓരോ പീസ് ആയിട്ടുണ്ട്. അതിന്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, അതിങ്ങനെ മെൽറ്റ് ആവും, ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള സാധനമാണ്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഓർമ്മ വരും അല്ലെ? പക്ഷേ ഈ ഡയറി മിൽക്ക് നമ്മൾ എന്നും കഴിക്കുന്ന ആൾക്കാരാണോ? അല്ല. പക്ഷെ അതിന്റെ ടേസ്റ്റ്, അതിന്റെ ഫീച്ചേഴ്സ്, എല്ലാ കാര്യങ്ങളും നമുക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട്. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത്? ചില ആൾക്കാരൊക്കെ പറയുന്ന കേട്ടില്ലേ, ഒരു ഫുഡ് ഒരൊറ്റ തവണയാണ് നമ്മൾ ആ ഒരു ഫുഡ് ടേസ്റ്റ് ചെയ്തിട്ടുള്ളൂ, പക്ഷെ ആ ടേസ്റ്റ് ഇപ്പോഴും എന്റെ നാവിന്റെ തുമ്പത്തുണ്ടെന്നൊക്കെ പറയുന്ന കേൾക്കില്ലേ. ഒറ്റ തവണ കഴിച്ചിട്ടുണ്ടാവുള്ളൂ, പക്ഷെ അത്രയും ഓർമ്മയായിരിക്കും. അതെന്തുകൊണ്ടാ? അതിനെ ആർക്കും തടുക്കാൻ കഴിയൂല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന സമയത്തൊക്കെ നമ്മുടെ എല്ലാ സെൻസസും നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു ചോക്ലേറ്റ് നമ്മൾ വാങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ആ ചോക്ലേറ്റ് കണ്ടു അല്ലെ? അതിനുശേഷം നമ്മളത് കവർ തുറക്കുകയാണ്. അപ്പൊ നമ്മളവിടെ എന്തോന്നു, ഹാൻഡ്സ് അവിടെ ആക്ടിവിറ്റി ആയിട്ട് വന്നു. പിന്നെ നമ്മൾ അതൊരു പീസ് എടുത്ത് നമ്മൾ കഴിക്കുന്നു, നമ്മുടെ ടേസ്റ്റ് ബഡ്സ് ആക്റ്റീവായി. പിന്നെ നമ്മളത് രുചിക്കുന്നു. അങ്ങനെ നമ്മുടെ സെൻസസ് എല്ലാം അവിടെ എന്താവാണ്? വർക്ക് ആവാണ്. അപ്പൊ നമ്മുടെ സെൻസസ് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്തുണ്ടാവുന്നു? ആ കാര്യങ്ങൾ നല്ലപോലെ ഓർമ്മയിൽ നിൽക്കുകയാണ് ചെയ്യുന്നത്. പഠിക്കുന്ന കാര്യങ്ങളും ഈ ചോക്ലേറ്റ് തമ്മിൽ എന്താണ് ബന്ധമെന്ന് എല്ലാവരും ആലോചിക്കുന്നുണ്ടാവും അല്ലെ? കാര്യമുണ്ട്. അപ്പൊ നമ്മൾ എന്ത് കാര്യം പഠിക്കുമ്പോഴും നമ്മൾ നമ്മുടെ സെൻസസിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കാര്യങ്ങൾ ഡയറക്ട്ലി തന്നെ നമ്മുടെ ലോങ് ടേം മെമ്മറിയിലേക്ക് എത്തിക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ ഒരു ക്ലാസ്സിൽ നമ്മൾ ക്ലാസ് കേൾക്കുകയാണ്, നമ്മുടെ ടീച്ചർ അവിടെ നിന്ന് ക്ലാസ് എടുക്കുന്നു. അപ്പൊ നമ്മൾ ടീച്ചറിനെ കാണുന്നു, അതേപോലെ തന്നെ കേൾക്കുന്നു. ഒപ്പം തന്നെ എല്ലാവരും പറയുന്ന കാര്യമാണ്, നമ്മൾ എന്ത് ക്ലാസ് കേൾക്കുമ്പോഴും നമ്മുടെ ഭാഷയിൽ എന്ത് ചെയ്യണം? ടീച്ചർ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മൾ ഒരു നോട്ട് ഉണ്ടാക്കണം എന്ന് പറയും അല്ലെ? അപ്പൊ നമ്മൾ ടീച്ചറെ കണ്ടു, കേട്ടു, നോട്ട് എഴുതി, അപ്പൊ അവിടെ എഴുത്തും വന്നു. ദെൻ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ആ കാര്യങ്ങൾ ഒന്നുകൂടി വായിക്കുന്നു. അങ്ങനെ നമ്മുടെ ബ്രെയിൻ വർക്ക് ആവുന്നു. അപ്പൊ സാധാരണ എല്ലാ കുട്ടികളും ചെയ്യുന്നത് പോലെ നിങ്ങളും ജസ്റ്റ് വായിച്ച് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മുടെ ഐസും അതുപോലെ ബ്രെയിനും മാത്രമാണ് അവിടെ സെൻസസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുള്ളൂ. അതിനു പകരം നമ്മൾ പഠിക്കുന്ന സമയത്ത് തന്നെ സ്വന്തം ഭാഷയിൽ നോട്ട് എഴുതുമ്പോൾ അവിടെ ഒരു കാര്യം കൂടി, ഒരു സെൻസും കൂടി അവിടെ വർക്കായി അല്ലെ? അപ്പൊ നമ്മൾക്ക് എത്രത്തോളം സെൻസസ് യൂസ് ചെയ്യാൻ പറ്റും അത്രത്തോളം സെൻസസ് നമ്മൾ യൂസ് ചെയ്ത് പഠിക്കുക. അപ്പൊ എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്യുമ്പോഴാണെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും അല്ലെ? അപ്പൊ നമ്മുടെ സെൻസ് ഓർഗൻസ് കൂടുതൽ ആക്റ്റീവായിട്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അത് ഉപയോഗിച്ച് നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ നമ്മുടെ മെമ്മറിയിൽ ഏറ്റവും കൂടുതൽ ടൈം ലാസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അടുത്തതായിട്ട് നമ്മൾ എന്ത് പഠിക്കുമ്പോഴും വിഷ്വലൈസ് ചെയ്ത് പഠിക്കാനായിട്ട് ട്രൈ ചെയ്യാം. അപ്പൊ നമ്മുടെ അടുത്ത് ഒരു ടൈഗറിന്റെ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് എഴുതാനായിട്ട് പറയുകയാണെങ്കിൽ സാധാരണ വായിച്ചു പഠിക്കുന്ന മക്കൾ എന്തൊക്കെയായിരിക്കും എഴുതാ? ആ ടൈഗർ അങ്ങനെയാണ്, ടൈഗർ ഇങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ തത്തമ്മേ പൂച്ച പോലെ ഇങ്ങനെ എഴുതി വെക്കും അല്ലെ? പക്ഷേ വിഷ്വലൈസ് ചെയ്ത് പഠിക്കുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ടൈഗർ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആദ്യം ഓർമ്മ വരുന്ന ഫോറസ്റ്റിനുള്ളിൽ നടക്കുന്ന ടൈഗർ, ആ ടൈഗർ നടക്കുന്ന മൂവ്മെന്റ്സ്, ടൈഗറിന്റെ കളർ, ടൈഗർ എന്തൊക്കെയാണ് കഴിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവൻ എന്ത് ചെയ്യാനായിട്ട് തുടങ്ങും? വിഷ്വലൈസ് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പൊ നമ്മൾ എന്ത് പഠിക്കുമ്പോഴും ഇതുപോലെ വിഷ്വലൈസ് ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ കുറച്ചുകൂടി നമ്മുടെ മെമ്മറിയിൽ കൂടുതലായിട്ട് നിൽക്കും. എപ്പോഴും നമ്മൾ പറയാറില്ല, ഒരു മൂവിയിൽ നമ്മൾ കണ്ട കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ മറന്നു പോകാറില്ല. പക്ഷെ നമ്മൾ ഡെയിലി നമ്മൾ വായിച്ച് പഠിക്കുന്ന നമ്മുടെ ഹിസ്റ്ററി ബുക്കത്തെ സ്റ്റോറീസ് ഒക്കെ നമ്മൾ മറന്നു പോവാണ്. അപ്പൊ ഈ സ്റ്റോറീസ് ഒക്കെ നമ്മൾ വിഷ്വലൈസ് ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ ഈസി ആയിട്ട് നമ്മുടെ തലയിൽ നിൽക്കും. അപ്പൊ നിങ്ങൾ എന്ത് കാര്യങ്ങളും ഇപ്പൊ എല്ലാ സബ്ജക്റ്റും ചിലപ്പോൾ നമുക്ക് വിഷ്വലൈസ് ചെയ്ത് പഠിക്കാൻ പറ്റുന്നുണ്ടാവില്ല, എല്ലാ ചാപ്റ്റേഴ്സും അങ്ങനെ പഠിക്കാൻ പറ്റുന്നുണ്ടാവില്ല. പക്ഷെ പറ്റാവുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുക? ഇതേപോലെ തന്നെ വിഷ്വലൈസ് ചെയ്ത് കോൺസെപ്റ്റ് ഒക്കെ ക്ലിയർ ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഈ കോൺസെപ്റ്റ്, ചില ടഫ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ഒക്കെ വരുമ്പോൾ എല്ലാവരും പറയുന്ന കാര്യം, എത്ര പഠിച്ചിട്ട് അത് കിട്ടണില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? സ്കിപ്പ് ചെയ്യും. അതെങ്ങാനും നമ്മുടെ എക്സാമിന് വന്നാലോ?
അപ്പോഴത്തേക്ക് നമ്മൾ പെട്ടുപോകും. അപ്പൊ അങ്ങനെയുള്ള കോൺസെപ്റ്റ് ഒക്കെ നമ്മൾ ടഫാന്ന് പറഞ്ഞാൽ മാറ്റി നിർത്താതെ ഇതുപോലെ വിഷ്വലൈസ് ചെയ്ത് പഠിക്കാന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി സിമ്പിൾ ആവും. ഫൈനലി നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടി ഇരിക്കും, നമുക്ക് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറക്കം വരും അല്ലേ, നമുക്ക് ബോർ അടിക്കാനായിട്ട് തുടങ്ങും ഈ വായിച്ച് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ. പക്ഷെ നാളെ നമുക്കൊരു എക്സാം ഉണ്ട് എന്ന് വെച്ച് പഠിക്കുകയാണെങ്കിൽ നമ്മുടെ ബ്രെയിൻ ഒക്കെ ഭയങ്കരമായിട്ട് അലേർട്ടായിട്ട് നമ്മൾ ആ കാര്യത്തിന് വേണ്ടി പഠിക്കും. നിങ്ങൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് അല്ലേ, സാധാരണ ദിവസങ്ങളൊന്നും പഠിക്കാൻ വലിയ മൂഡ് ഉണ്ടാവില്ല, പക്ഷെ എക്സാമിന്റെ തലേന്നൊക്കെ പഠിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് എന്ത് കാര്യം തലയിൽ കയറും. അതെന്താ സംഭവം? അപ്പൊ നമ്മുടെ ബ്രെയിനിന് അറിയാം നാളെ എക്സാം ആണ്, നമ്മൾ പഠിച്ചേ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ നമ്മുടെ ബ്രെയിൻ അലേർട്ട് ആവും. ഇപ്പൊ ക്ലാസ്സിൽ പെട്ടെന്ന് ടീച്ചർ വന്നിട്ട് പറയാണ് ഇന്നൊരു സർപ്രൈസ് ആയിട്ടുള്ള ഒരു ടെസ്റ്റ് ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രെയിൻ ഒക്കെ ഭയങ്കര ആക്റ്റീവായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കാൻ നോക്കൂല്ലേ. അപ്പൊ നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് അങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു ചാലഞ്ച് വരുമ്പോൾ അല്ലെങ്കിൽ ടാസ്ക് വരുമ്പോൾ അല്ലെങ്കിൽ എക്സാം വരുമ്പോൾ അതൊക്കെ അച്ചീവ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് കൂടുതലായിരിക്കും, അത് നമ്മുടെ ബ്രെയിൻ ഒക്കെ ഭയങ്കര അലേർട്ടായിട്ട് വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പൊ നമ്മുടെ ബ്രെയിനിന്റെ വർക്കിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ആ സമയത്ത് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പൊ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക, കുറെ മോക്ക് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പൊ നാളെ ഒരു ടെസ്റ്റ് ഉണ്ട് എന്ന് വെച്ചിട്ട് തന്നെ പഠിക്കുക ഓരോ ദിവസവും. അതല്ലാതെ ചുമ്മാ വെറുതെ ഇരുന്ന് പഠിക്കാന്ന് വിചാരിക്കുമ്പോൾ നമുക്ക് ഉറക്കം വരും. അതല്ലാതെ നാളെ ഒരു ടെസ്റ്റ് പേപ്പർ ആണെന്ന് വെച്ച് പഠിക്കുകയാണെങ്കിലോ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി സെറ്റ് ആവും അല്ലേ. അപ്പൊ ഈ 3 ടിപ്സിൽ നിങ്ങൾ ഈ ഒരു ടിപ്സ് ഫോളോ ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ബിലോ ആവറേജ് അല്ലെങ്കിൽ ഒരു ആവറേജ് സ്റ്റുഡന്റിൽ നിന്നും ഒരു ടോപ്പറിലേക്ക് എത്താനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് അപ്രിസിയേഷൻ കിട്ടുമ്പോൾ നിങ്ങൾ എങ്ങനെയാണെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അതായത് നമ്മളിപ്പോൾ കഴിഞ്ഞ എക്സാമിന് മാർക്ക് പറഞ്ഞു, അടുത്ത എക്സാമിന് നിങ്ങൾ മാർക്ക് കൂടുതൽ കിട്ടുമ്പോൾ നമ്മൾ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യും. അല്ലെങ്കിൽ ക്ലാസ്സിൽ നമ്മൾ റൈറ്റ് ആൻസർ പറയുമ്പോൾ നിങ്ങൾ ടീച്ചർ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും, അടുത്ത ഒരു എക്സാം അല്ലെങ്കിൽ അടുത്ത ടീച്ചറുടെ ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഇതേപോലെ തന്നെ എനിക്ക് ആൻസർ പറയാൻ പറ്റണം, അല്ലെങ്കിൽ ആ ടീച്ചർ എന്നെ അന്ന് അപ്രീഷിയേറ്റ് ചെയ്താണ്, സോ എനിക്ക് ഇനി എന്ത് ചെയ്യണം, ആൻസർ പറയണം എന്നുള്ള ആ ഒരു ടെൻഡൻസി നമുക്ക് വരും അല്ലേ. നമ്മൾ എല്ലാവരുടെയും നേച്ചർ തന്നെയാണ്. നിങ്ങൾ നിങ്ങളുടെ ടോപ്പേഴ്സ് ആയിട്ടുള്ള ഫ്രണ്ട്സിനെ അടുത്ത് ചോദിക്കുക, അവരെന്തിനാണ് ഇങ്ങനെ ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ഇത് തന്നെയാണ് സംഭവം. കാരണം അവരിലെ നമ്മുടെ ടീച്ചേഴ്സിന് ഒരു പ്രതീക്ഷയുണ്ട് അല്ലെ, കഴിഞ്ഞ തവണ ഒരു നല്ല മാർക്ക് വാങ്ങി, അപ്പൊ അത് കണ്ടിന്യൂ ചെയ്ത് നിലനിർത്തി കൊണ്ടുപോകേണ്ടത് അവരുടെ ഒരു റെസ്പോൺസിബിലിറ്റി ആണ്. സോ അവരെന്ത് ചെയ്യും, വീണ്ടും 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 പഠിച്ചുകൊണ്ടിരിക്കും. ഇത് തന്നെയാണ് എല്ലാവരും ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പഠിക്കുമ്പോഴും ഇത് തന്നെ നമ്മൾ ചെയ്യുക, നമ്മൾ നമ്മളെ തന്നെ എന്ത് ചെയ്യുക, അപ്രീഷിയേറ്റ് ചെയ്യുക. അപ്പൊ നിങ്ങൾ ഒരു ടോപ്പിക്ക് നമ്മൾ പഠിച്ചു, ഒരു ഹാർഡസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് നമ്മൾ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ തന്നെ പറയാം, യെസ് ഞാൻ അത് ചെയ്തു അല്ലെ. അപ്പൊ നമുക്ക് തന്നെ ഒരു ഇൻട്രൻസിക് ആയിട്ട് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നമുക്കതൊരു മോട്ടിവേഷൻ ആയിട്ട് മാറും. ഈ ഒരു മോട്ടിവേഷൻ ടെക്നിക് കൂടി നിങ്ങൾ യൂസ് ചെയ്യുക. ഇത് തന്നെയാണ് നമ്മളും ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ഓരോ വീഡിയോ കഴിയുമ്പോഴും നിങ്ങളുടെ അടുത്തായി കമന്റ് ചെയ്യാൻ പറയുന്നത് ഇതേ കാര്യം കൂടെ തന്നെയാണ്. കാരണം നിങ്ങൾ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ നന്നായി എന്ന് പറയുമ്പോൾ നമുക്കും എന്തുണ്ടാക്കിയപ്പോൾ മിസ്സിനായാലും അപ്പൊ എന്റെ മക്കൾക്ക് വേണ്ടി കുറച്ചുകൂടി കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ചെയ്യണം എന്നുള്ള കാര്യം മിസ്സിനായാലും തോന്നൂ അല്ലേ. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ യൂസ്ഫുൾ ആണ്, ഈ ടിപ്സ് ഒക്കെ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊന്ന് കമന്റ് ചെയ്യുക. ഇതുപോലെ യൂസ്ഫുൾ ടിപ്സ് വേണമെന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമന്റ് ചെയ്യുക.